ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നെറ്റ്വർക്ക് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്ക് നേരത്തെ നിയോഗിച്ചിരുന്ന ഹൈ കമ്മീഷണർ ആയിരുന്ന അബ്ദുൾ ബാസിദ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഇപ്പോൾ ചർച്ചയാവുകയാണ്. പാകിസ്ഥാൻ മുൻ ഹൈ കമ്മീഷണർ ആയിരുന്ന അബ്ദുൾ ബാസിദ് പറയുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യക്ക് അറിയാമെന്നാണ്. അതായത് പാക് ചാര സംഘടനയുടെ തലവനും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ ബംഗ്ലാദേശിലേക്ക് എത്തിയതും അവിടെ നടന്ന ചർച്ചകളും ഇവർ വന്നിറങ്ങിയ ഫ്ലൈറ്റ് നമ്പർ, ഇവർ സഞ്ചരിച്ച വഴികൾ, എവിടെയൊക്കെ ഇറങ്ങി, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ സംസാരിച്ചു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഏജൻസിക്ക് കൃത്യമായിട്ട് അറിയാമെന്നാണ് ബാസിദ് പറയുന്നത്. അതായത് എല്ലാത്തിനെയും കുറിച്ചും നന്നായിട്ട് അറിയാം. അതായത് ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് അത്രയും വലിയ നെറ്റ്വർക്ക് ഉണ്ട്. എയർപോർട്ടിലും മാർക്കറ്റിലും അങ്ങനെ എങ്ങും എവിടെയും ഇന്ത്യയുടെ ഏജന്റുമാരുണ്ടെന്നും ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് കൃത്യമായ അറിവുണ്ട് എന്നുമാണ് ഇപ്പോൾ ബാസിദ് പറയുന്നത്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാർ ശ്രദ്ധിക്കേണ്ട മേഖല ഇതാണ് എന്നും അയാൾ ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വലിയ സ്വാധീനമുണ്ടാവും. കാരണം അവിടെ ചൈന ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, ഇന്ത്യ വിരുദ്ധ ശക്തികളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രവൃത്തികൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും, എന്തിന് ചൈനയിൽ പോലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് പല മേഖലകളിലും സ്വാധീനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശിൽ പ്രത്യേകിച്ചുണ്ടാകും. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളുമായും ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിലെ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, രാഷ്ട്രീയ മാറ്റം, ഇതെല്ലാം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ടാകും. ഷേഖ് ഹസീനയെ വധിക്കാൻ ഒരു ശ്രമം നടക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാകണം ഇന്ത്യ ഷേഖ് ഹസീനയുമായി അവിടെ നിന്ന് പറഞ്ഞത്. അമേരിക്കയുടെ CIA, ഇസ്രയേലിന്റെ മൊസാദ്, ഇതിനെയൊക്കെ വെല്ലുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇന്ത്യയുടെ റോയുടെ പ്രവർത്തനങ്ങൾ അത്രയും സങ്കീർണവും വളരെ രഹസ്യാത്മകത നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് മൊസാദിന്റെയോ CIA പ്രവർത്തനങ്ങളെ പോലെ പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതും എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റോയുടെ നെറ്റ്വർക്ക് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പവർഫുള്ളും സ്ട്രോങ്ങുമായിരിക്കും ഈ സമയത്ത്. അതിനാൽ തന്നെ ഇന്ത്യക്കെതിരായി നടക്കുന്ന എല്ലാ പദ്ധതികളെയും കൃത്യമായിട്ടും മനസ്സിലാക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും ഇന്ത്യക്ക് സാധിക്കും. ഇക്കാര്യത്തെക്കുറിച്ചാണ് പാകിസ്ഥാനും ആശങ്കപ്പെടുന്നത്. പാകിസ്ഥാൻ ചാര സംഘടനയുടെ ISIയുടെ തലവൻ ബംഗ്ലാദേശിലേക്ക് എത്തുമ്പോൾ അവരും ഏറെ ആശങ്കപ്പെടുന്നത് ഇന്ത്യ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന് ഓർത്ത് തന്നെയാവും. കാരണം ഇന്ത്യക്ക് അത്രയും വലിയ നെറ്റ്വർക്ക് ബംഗ്ലാദേശിലും, എന്തിന് പാകിസ്ഥാനിലും ചൈനയിലും പോലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ ബംഗ്ലാദേശിലും അതുപോലെ പാകിസ്ഥാനിലും വ്യാപകമായി തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.